ജൂൺ 19. നമുക്ക് മാത്രമുള്ള ശക്തി. ശക്തിയേറിയ ഹിമപാതം, അസ്ഥി തുളച്ചു കയറുന്ന കൊടും തണുപ്പ്. ഉത്തരധ്രുവ പ്രദേശത്തെ ഉറഞ്ഞ മഞ്ഞിൽ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാൻ പാടുപെട്ടുകൊണ്ട് തൻ്റെ പട്ടത്തിൻ്റെ ചരടിൽ ടൂളോ ആഞ്ഞു വലിച്ചു. അവനെ സഹായിക്കുവാൻ സഹോദരി ജാനിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് പട്ടത്തിൽ എന്തോ തടഞ്ഞതുപോലെ ടൂളോയും ജാനിയും ചരടിൽ പിടിച്ച് താഴോട്ട് ആഞ്ഞു വലിച്ചു. ആകാശത്തിലേക്ക് പട്ടം പറപ്പിച്ച് നക്ഷത്രങ്ങളിൽ ഒന്നിനെ താഴേക്ക് പിടിച്ചു കൊണ്ടുവരാനാവുമെന്ന് കാൽവാല ഗ്രാമത്തിലെ ആ പയ്യന് അറിയില്ലായിരുന്നു. എങ്കിലും വെറുതെ ഒരു ഭാഗ്യപരീക്ഷണം നടത്താമെന്ന് അവൻ കരുതി. അങ്ങനെയാണ് ഉത്തരധ്രുവത്തിലെ തൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ലഭ്യമായിരുന്ന ചരടുകൾ മുഴുവൻ വാങ്ങിക്കൂട്ടി ആകാശഗംഗയിലേക്ക് അവൻ പട്ടം പറപ്പിച്ചത്. ചൂടും വെളിച്ചവുമില്ലാതെ തണുത്തു മരവിച്ചു മണ്ണടിയുമെന്ന സ്ഥിതിയിലായപ്പോഴാണ് ടൂളോ ആകാശഗംഗയിൽ പട്ടം കൊണ്ട് ചൂണ്ടലിട്ടത്. ഒരു നക്ഷത്രത്തെ പിടിച്ചുകൊണ്ടുവരാനായാൽ ചൂടിനും വെളിച്ചത്തിനും ക്ഷാമമുണ്ടാകില്ലല്ലോ. ടൂളോ പിടിച്ചെടുത്ത നക്ഷത്രം ആക്കബാർ ആയിരുന്നു. ടൂളോയ്ക്കും ജാനയ്ക്കും ആക്കബാർ ചൂടും വെളിച്ചവും നൽകി. പക്ഷേ ചൂടും വെളിച്ചവും നൽകി തൃപ്തിപ്പെടുന്ന നക്ഷത്രമായിരുന്നില്ല ആക്കബാർ. സംസാരശേഷിയുണ്ടായിരുന്ന ആ നക്ഷത്രം ടൂളോയ്ക്ക് പുതിയൊരു ജീവിത വീക്ഷണം നൽകാനാണ് വെമ്പൽ കൊണ്ടത്. പട്ടത്തിൽ കുടുങ്ങി ആക്കബാർ ഭൂമിയിലെത്തുമ്പോൾ ടൂളോ മാനസികമായി ആകെ തളർന്നവനായിരുന്നു. ടൂളോ കൗമാരത്തിലേക്ക് കാൽ കുത്തുന്നതിനു മുമ്പേ പിതാവ് മരിച്ചിരുന്നു. പിതാവിൻ്റെ മരണത്തിൻ്റെ ഞെട്ടൽ മാറും മുമ്പേ മാതാവും വിട ചൊല്ലി. ആകെ തുണയുണ്ടായിരുന്നത് ഇളയ സഹോദരി ജാന മാത്രം. പക്ഷേ അവളെ പഠിപ്പിക്കേണ്ടേ? തനിക്കും പഠിച്ചു മിടുക്കനാകേണ്ടേ? ടൂളോയും ജാനിയും ജീവിക്കുവാൻ പോലും നന്നേ ക്ലേശിക്കുമ്പോഴാണ് കൽവാല ഗ്രാമം അതിശക്തമായ ഹിമപാതത്തിൽപ്പെട്ട് പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടത്. വൈദ്യുതി ലൈനുകൾ തകർന്നു. കത്തിക്കുവാൻ ഒരിറ്റു മണ്ണെണ്ണയോ മറ്റു ഇന്ധനങ്ങളോ ഇല്ല. ആഹാര സാധനങ്ങൾ പോലും കാൽവാലിയിൽ കമ്മിയായിരുന്നു. തണുത്തു വിറച്ച് മരിക്കുകയാവും തങ്ങളുടെ വിധിയെന്ന് ആ ഗ്രാമവാസികൾ കരുതി. മരണം കടന്നു വരുന്നത് കാതോർത്ത് കഴിയുമ്പോഴാണ് ആകാശത്തിൽ നിന്ന് ആക്കബാർ താഴെ എത്തിയത്. മറ്റാരും കേൾക്കാത്ത വിധം ആക്കബാർ ടൂളോയോട് സംസാരിച്ചു. എന്താണ് ആക്കബാർ അവനോട് പറഞ്ഞത്? ആക്കബാർ വിവരിച്ചത് പ്രപഞ്ച രഹസ്യങ്ങളായിരുന്നു. കോടാനുകോടി നക്ഷത്രങ്ങൾ കുടികൊള്ളുന്ന പ്രപഞ്ചത്തിൽ ഒരു തരി മാത്രമാണ് ഭൂമിയെന്ന് ആക്കബാർ എടുത്തു പറഞ്ഞു. വേറെ ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകത ഭൂവാസികൾക്കുണ്ടത്രേ. അതെന്താണെന്നോ? തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി, പവർ ഓഫ് ചോയ്സ്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയാകട്ടെ, നമ്മുടെ ഭാവി നിയന്ത്രിക്കുവാൻ തക്ക തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നമുക്ക് കഴിവുണ്ട്. സ്നേഹമോ വെറുപ്പോ, കാരുണ്യമോ കാടത്തമോ നമുക്ക് തിരഞ്ഞെടുക്കാനാവും. അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതാവും. അലസരായിട്ടിരിക്കാനാണെങ്കിൽ അതിനും നമുക്ക് കഴിവുണ്ട്. ധൈര്യശാലിയെപ്പോലെ ജീവിത പ്രശ്നങ്ങളെ നേരിടാനും ഭീരുവിനെ പോലെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ കഴിവും സ്വാതന്ത്ര്യവും വിവരിക്കുമ്പോൾ ആക്കബാറിൻ്റെ വാക്കുകളിൽ ദുഃഖത്തിൻ്റെ ഛവി. കാരണം എന്താണെന്നോ? ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഈ ഭൂമുഖത്ത് എത്രയോ പേർ ജനിച്ചു മരിച്ചു മണ്ണടിഞ്ഞിരിക്കുന്നു. പക്ഷേ അവരിൽ എത്രയോ കുറച്ചുപേർ മാത്രമാണ് ശരിയായ തിരഞ്ഞെടുപ്പിന് തയ്യാറായത്. തെറ്റായ പാത, വഴിപിഴച്ച തീരുമാനങ്ങൾ, ലക്ഷ്യമില്ലാത്ത ജീവിതം, പ്രതിബന്ധങ്ങൾ കാണുമ്പോഴേ സുല്ലിടുന്ന ഭീരുക്കൾ. മനുഷ്യൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പിൽ മനം നൊന്താണത്രേ നൂറ്റാണ്ടുകളുടെ വിജ്ഞാനവുമായി ആക്കബാർ ടൂളോയുടെ പട്ടത്തിൽ പിടികൊടുത്ത് ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ആക്കബാർ തൻ്റെ വിജ്ഞാനം പകർന്നു തീരുന്നതിന് മുൻപ് ഫിൻലൻഡിലെ കാൽവാല നിവാസികൾ ആ നക്ഷത്രത്തിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി കടിപിടി കൂടി. അവരുടെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ആക്കബാറിൻ്റെ അകാല ചരമത്തിൽ കലാശിക്കുകയും ചെയ്തു. ഓഗ് മാൻഡിനോയുടെ മികച്ച ഭാവന ജന്മം നൽകിയ ദി ഗിഫ്റ്റ് ഓഫ് ആക്കബാർ എന്ന പ്രചോദനാത്മക ഗ്രന്ഥത്തിലാണ് ടൂളോയെയും ആക്കബാറിനെയും നാം കണ്ടുമുട്ടുക. നാം അനുദിന ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നതെന്നാണ് മാൻഡിനോ ഈ ഗ്രന്ഥത്തിൽ സ്ഥാപിക്കുന്നത്.
ഒട്ടേറെ തിരഞ്ഞെടുപ്പുകളുടെ ആകെത്തുകയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തെ വളർത്തുന്നവ മാത്രമായിരിക്കട്ടെ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം. ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ശരിയായ തീരുമാനങ്ങൾ നമുക്ക് കൈക്കൊള്ളാനായാൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആക്കബാർ ടൂളോയ്ക്ക് നൽകിയ സന്ദേശത്തിൻ്റെ കാതൽ അതാണ്. വെളിച്ചം വിതറിയ വഴികൾ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 6:30-ക്കായിരിക്കും ഈ വായന അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വായനാ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.